കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ വിരൽത്തുമ്പിലെ വിസ്മയം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നാദിർ ഷാ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും റേഡിയോ ബെൻസിഗർ 107.8 അവതരിപ്പിക്കുന്ന വിരൽത്തുമ്പിലെ വിസ്മയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് പണം ലാഭിക്കാം. ഇതിനായി എന്തൊക്കെ ടിപ്സ് ഉപയോഗപ്പെടുത്താം? ഓൺലൈനിൽ ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് നാം എല്ലാവരും. അതിന് സ്മാർട്ട് ഫോണുകൾ പോലെയുള്ള ഗാഡ്ജറ്റുകളിൽ തുടങ്ങി വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും മറ്റുള്ളവർക്കുള്ള സമ്മാനങ്ങളും അടുക്കളയിലേക്ക് വേണ്ട പച്ചക്കറികൾ പോലും നാം ഇന്ന് ഓൺലൈനിലൂടെയാണ് ഓർഡർ ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ടും ആമസോണും പോലെയുള്ള ഓൺലൈൻ റീറ്റെയിലർ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുമുള്ള പർച്ചേസുകൾക്ക് അതിൻ്റേതായ നേട്ടങ്ങളുമുണ്ട്. ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളും ഓൺലൈൻ സ്റ്റോറുകളുമൊക്കെ 24 മണിക്കൂറും ആക്സസ് ചെയ്യാമെന്നതും വീട്ടിലിരുന്ന് തന്നെ ആവശ്യമുള്ളവ ഓർഡർ ചെയ്ത് വരുത്തിക്കാം എന്നതുമാണ് പ്രധാന നേട്ടം. പ്രോഡക്റ്റുകൾക്ക് ധാരാളം ഓഫറുകളും ഡീലുകളും ഒക്കെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരേ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഒരുപാട് ബ്രാൻഡ് ഓപ്ഷനുകളും യൂസേഴ്സിന് ലഭിക്കുന്നു. അല്പം ശ്രദ്ധ കൂടി നൽകിയാൽ വളരെ ലാഭത്തിൽ ഓൺലൈനിൽ നിന്നും സാധനങ്ങൾ സ്വന്തമാക്കാൻ നമുക്ക് കഴിയുന്നു. ഇതിനുള്ള ഏതാനും ചില ടിപ്സ് നമുക്ക് പരിചയപ്പെടാം. ഇതിനായി ആദ്യം സോഷ്യൽ മീഡിയയിലെ ഡീലുകളെക്കുറിച്ച് നാം അറിവുള്ളവരായിരിക്കണം. സോഷ്യൽ മീഡിയകളിൽ ലഭ്യമായ പുതിയ ഡീലുകൾ കണ്ടെത്തുക എന്നതാണ് ഓൺലൈൻ ഷോപ്പിംഗിൽ പണം ലാഭിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴികളിൽ ഒന്ന്. ഓൺലൈനിൽ ലഭ്യമായ സെയിൽ ഇവന്റുകളെക്കുറിച്ചും ഡീലുകളെക്കുറിച്ചും ഓഫറുകളെക്കുറിച്ചുമുള്ള അറിയിപ്പുകൾ ആദ്യം എത്തുന്നത് ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നിങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്കാണ്. ഡീലുകളും ഓഫറുകളും മാത്രം ഷെയർ ചെയ്യുന്ന ഐഡികളും ഹാൻഡിലുകളുമൊക്കെ ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ഉണ്ട്. ഇനി നമുക്ക് നോക്കാം വിവിധ പ്ലാറ്റ്ഫോമുകളിലെ വിലകൾ. ഈ വിലകൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നത് നമുക്ക് ഏറെ പ്രയോജനപ്രദമായിരിക്കും. ഒരു ഉൽപ്പന്നം തന്നെ പല പ്ലാറ്റ്ഫോമുകളിലും വിറ്റഴിക്കുന്നുണ്ടാകും. ഇവയ്ക്കെല്ലാം വ്യത്യസ്തമായ പ്രൈസ് ടാഗും ഡീലുകളും നൽകിയിട്ടുമുണ്ടാകും. വില താരതമ്യം ചെയ്യുന്ന ഓൺലൈൻ ടൂളുകൾ, അതായത് പ്രൈസ് കമ്പാരിസൺ ടൂൾസ് ഉപയോഗിച്ച് മികച്ച ഡീലുകൾ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്നതാണ്. എല്ലാ പ്ലാറ്റ്ഫോമുകളിലെയും സെയിൽ ടാഗുകൾ പട്ടികപ്പെടുത്തിയാണ് ഇവ നല്ല ഓഫറുകൾ ലിസ്റ്റ് ചെയ്യുന്നത്. ഗൂഗിൾ ഷോപ്പിംഗ് മുതലായ ടൂളുകളാണ് ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത്. ഇനി ഏവർക്കും അറിയുന്ന ഒന്നാണ് റിവാർഡ് പോയിന്റുകൾ. പല ഓൺലൈൻ സ്റ്റോറുകളിലും ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിലും ആപ്പുകളിലുമൊക്കെ നിങ്ങൾക്ക് റിവാർഡ് പോയിന്റുകൾ അല്ലെങ്കിൽ റിവാർഡ്സ് നൽകാറുണ്ട്. ചില കമ്പനികൾ കോയിൻസ് എന്നൊക്കെ ഓമന പേര് നൽകാറുണ്ടെന്ന് മാത്രം. മുമ്പ് സാധനങ്ങൾ വാങ്ങിയ സ്റ്റോറിൽ നിന്ന് വീണ്ടും എന്തെങ്കിലും വാങ്ങുമ്പോൾ റിവാർഡ് പോയിന്റുകൾ ബാക്കിയുണ്ടോ എന്ന് പരിശോധിക്കണം. കാലാവധി, ഒരു തവണ റിഡീം ചെയ്യാനാകുന്നവയുടെ എണ്ണം എന്നിങ്ങനെയുള്ള പരിധികളും ഇവയ്ക്കുണ്ടാകും. അതിനാൽ തന്നെ വലിയ ഡിസ്കൗണ്ട് ഒന്നും ഉണ്ടാകില്ല, പക്ഷേ നമുക്ക് കുറച്ച് പണം ലാഭിക്കാൻ കഴിയുന്നു. ഇനി അടുത്തത് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡുകളാണ്. മിക്കവാറും ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളും ഓൺലൈൻ സ്റ്റോറുകളും ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുള്ള പർച്ചേസുകൾക്ക് നിരവധി ഡിസ്കൗണ്ടുകൾ ഓഫർ ചെയ്യുന്നു. ഓൺലൈനിൽ പണം ചിലവഴിക്കുന്നതിന് ബാങ്കുകളും നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് പോലെയുള്ള റിവാർഡുകൾ നൽകുന്നുമുണ്ട്. ബാങ്കുകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഒരുമിച്ച് നൽകുന്ന ഡീലുകളും നിരവധിയാണ്. ഓൺലൈൻ സ്റ്റോർ, ബാങ്ക് ആപ്പ് എന്നിവയിൽ നിന്നെല്ലാം ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഷോപ്പിംഗ് കൂപ്പണുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഓൺലൈൻ ഷോപ്പിംഗിൽ പണം ലാഭിക്കുന്നതിനായുള്ള മറ്റൊരു ഫലപ്രദമായ വഴിയാണ് ഷോപ്പിംഗ് കൂപ്പണുകൾ. ഓൺലൈനിൽ ഡിസ്കൗണ്ട് ലഭിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ഇത്. കൂപ്പൺ ദുനിയ പോലെയുള്ള ധാരാളം വെബ്സൈറ്റുകൾ വിവിധ ഓൺലൈൻ സ്റ്റോറുകളിലേക്കുള്ള ഡിസ്കൗണ്ട് കൂപ്പണുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം വെബ്സൈറ്റുകളിൽ പലതിലും കാലാവധി കഴിഞ്ഞ കൂപ്പണുകളും ഓഫറുകളുമൊക്കെ നൽകിയിട്ടുണ്ടാകുമെന്നതാണ് പ്രധാന വെല്ലുവിളി. ഗൂഗിൾ പേയിലും ഫോൺ പേയിലുമൊക്കെ വരുന്ന ഓഫറുകളും നമുക്ക് ഏവർക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. നല്ല ഡീലുകളും നല്ല ഓഫറുകളും കണ്ടെത്തുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിലും എളുപ്പമാണെന്നതാണ് യാഥാർത്ഥ്യം. മിക്ക ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ലഭ്യമായ ഓഫറുകൾ ഡിസ്പ്ലേ ചെയ്യാറുമുണ്ട്. എന്നാൽ ഇവ ലഭ്യമല്ലാത്തപ്പോൾ പോലും ഡീലുകളെക്കുറിച്ചും ഓഫറുകളെക്കുറിച്ചും ആളുകൾ മറന്നു പോകുന്നുവെന്നതാണ്
യാഥാർത്ഥ്യം. അവ മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റ് ഓപ്ഷനുകൾ ആളുകൾ പരിഗണിക്കുകയുമില്ല. എന്നാൽ ഞാൻ മുകളിൽ പറഞ്ഞ ടിപ്സ് ഏത് സാഹചര്യത്തിലും മികച്ച ഓഫറുകളും ഡീലുകളും കണ്ടെത്താൻ നമ്മെ ഏവരെയും സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിരൽത്തുമ്പിലെ വിസ്മയം. തയ്യാറാക്കി അവതരിപ്പിച്ചത് നാദിർ ഷാ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.